സർക്കാരിനൊന്നും അങ്ങനെ താല്പര്യക്കേടല്ല. അദ്ദേഹം 5.5 കോടി മുടക്കും, അതിനപ്പുറം മുടക്കും. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തവരെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന്, അവരെങ്ങനെ തകർക്കണമെന്ന് സഖാവ് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. എൻ്റെ കേസ് വഴിയെങ്കിലും സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറന്നെങ്കിൽ ഈ കേസ് കൊണ്ട് ഞാൻ വിചാരിക്കുന്നൊരു സന്തോഷം അതാണ്. അല്ല, ഈ കേസിൽ സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി വരെ പോയ നാൾ വഴികൾ വളരെ മോശം നിറഞ്ഞതാണ്. കാരണം 2014 ഈ കേസിന് ആസ്പദമായ സ്കൂൾ അനുവദിക്കുന്നത്. പക്ഷേ 2017 എനിക്കെതിരെ കേസെടുക്കാനുള്ള ഒരു ശ്രമം പിണറായി വിജയൻ സർക്കാർ നടത്തുകയുണ്ടായി. അന്ന് കൊടുത്തിട്ടുള്ള ലോ അഡ്വൈസ് ഉണ്ട്, വളരെ കൃത്യമായ ലോ അഡ്വൈസാണ്. ഒരു നിലയ്ക്ക് ഈ കേസ് നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഹിയർസേ ഉള്ളൂ, ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എവിഡൻസും ഇല്ല, ഇത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സാണ് എന്ന് കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വിജിലൻസിൻ്റെ ലോ അഡ്വൈസറാണ്. പക്ഷേ 2020 സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഞാൻ നിയമസഭയിലകത്ത് ഉയർത്തുകയുണ്ടായി.